എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്നു, ഇനി അവർ നിങ്ങളെ വിട്ടുപോകില്ല എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവർ നിങ്ങളുടെ വില മനസ്സിലാക്കുകയാണ്. കുറേ കാലം നിങ്ങളവരെ സ്നേഹിച്ചു, നിങ്ങളവരോട് അനുഭാവമായി പെരുമാറി, അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തു. അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും നിലനിർത്തുന്നതിന് വേണ്ടി കൃത്യമായി അവരെ പരിപോഷിച്ചു. പക്ഷേ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കിയില്ല. അവർ വിചാരിച്ചു എല്ലായിടത്തുനിന്നും ഈ സ്നേഹം ഇങ്ങനെ വെറുതെ കിട്ടുന്നതാണെന്ന്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയല്ലായിരുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. അവരുടെ ജീവിതം ഒരുപാട് പ്രതീക്ഷ ഉള്ളത് ആകാനായിട്ട് അവർ ശ്രമിച്ചില്ല. അവർ നിങ്ങളുടെ ജീവിതത്തിലാണ് ശ്രമിച്ചത്. അവരുടെ വലിയ ദുഃഖങ്ങൾ പോലും നിങ്ങളുടെ ചെറിയ സന്തോഷങ്ങൾക്കിടയിൽ അവർ മറന്നുപോയി. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അവരും അവർക്ക് വേണ്ടി നിങ്ങളും ജീവിച്ചു. പക്ഷെ നിങ്ങൾ അവരെ സ്നേഹിക്കുകയും വില വെക്കുകയും അവസാനം വരെ ചെയ്തു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ, ആദ്യമല്ല, ചില ആളുകളുടെ സമ്മർദ്ദം, ചില ആളുകളുടെ ദുസ്വാധീനം, അതിൻ്റെ പേരിൽ അവർ നിങ്ങളെ പതുക്കെ ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തി. അവസാനം നിങ്ങളെ സ്നേഹിക്കാത്ത രീതിയിൽ, നിങ്ങൾ വെറുക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ആ കൂട്ടറാക്കി തീർത്തു. നിങ്ങൾക്ക് ഒരുപാട് മനസ്സിൽ വിഷമം തോന്നി. ഇരുൾ നിറഞ്ഞു പോലെയായി മനസ്സിനും. നിങ്ങൾക്ക് ചുറ്റും ഇരുട്ട് കട്ട കൂടി കിടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തി, ആ വ്യക്തി എന്നെ സ്നേഹിക്കാതെയാവുന്നു. ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. ആ വ്യക്തി എന്നെ സ്നേഹിക്കുകയേ ചെയ്യുന്നില്ല. മുമ്പ് സ്നേഹിച്ചിരുന്നു, പക്ഷെ ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവൃത്തികൾ ഒക്കെ എന്നെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റി. ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതല്ല ഇപ്പോൾ ആ വ്യക്തി വിശ്വസിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരുപാട് പേരുടെ വാക്കുകൾ ഇപ്പോൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്നെ ഇല്ലാതാക്കി മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്ന, മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നിലയിലേക്ക് എത്തി. നിങ്ങളെ സംബന്ധിച്ച് അതൊട്ടും സഹിക്കാൻ കഴിയാത്തതാണ്. കാരണം നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി, നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വർഷമായി അവരെങ്ങനെ ഇനി തിരിച്ചു വരും, അവരെന്ന് തിരിച്ചു വരും. കാരണം നിങ്ങൾക്ക് നേരം വെളുക്കണ്ട, രാത്രിയായ പിന്നെ വീണ്ടും നേരം വെളുക്കണ്ട, ഒന്നും കാണണ്ട, ആരെയും കാണണ്ട, ഒന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. പുറത്തിറങ്ങിയാലും ഒക്കെ ആ വ്യക്തിയുടെ ഓർമ്മ വരുന്നു. ഉറങ്ങാൻ കിടന്നാലും ആ വ്യക്തിയുടെ ഓർമ്മ വരുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നു. അതൊക്കെ മാറി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമാകുന്നു. വീണ്ടും ആരൊക്കെയാണോ കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചത്, ആരൊക്കെയാണോ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അവരുടെ വാക്കുകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ ഹൃദയചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടമാകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നഷ്ടമായൊരവസ്ഥ. ആരൊക്കെയോ ചേർന്നോ, അല്ലെങ്കിൽ സ്വയം ആ വ്യക്തി തീരുമാനമെടുത്തോ, സാഹചര്യങ്ങൾ മാറിയോ, മനസ്സിൽ മാറ്റം ഉണ്ടായോ, എങ്ങനെയൊക്കെ പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില തെറ്റുകൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഓരോ പെരുമാറ്റത്തിൻ്റെയോ പ്രവൃത്തിയുടേതൊക്കെ ആയിട്ട്. അത് നിങ്ങൾ ദുഷ്ടലാക്ക് വിചാരിച്ച് ചെയ്തതായിരിക്കില്ല. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ വന്നു, എല്ലാം എതിരായി വന്നിരിക്കുന്നു. എല്ലാം ബന്ധങ്ങൾ അകലുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള നിലയിൽ. പക്ഷേ വീണ്ടും അതൊന്ന് കൂടിച്ചേർന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തള്ളിക്കളയാതെ
ജീവിതത്തിൽ വീണ്ടും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും നിങ്ങൾ ആ വ്യക്തിയുടെ വരവിനായിട്ട് കാത്തു നിൽക്കുകയാണ്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ വരുന്നൊരു ടെൻഡൻസി കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു സ്നേഹം, ഒരു താല്പര്യം ഇപ്പോൾ ജനിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുഖത്ത്, കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുമായിട്ടുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട്, ബന്ധം ഒരുപക്ഷെ വഷളായിരിക്കുന്നു, അല്ലെങ്കിൽ പഴയതുപോലെ ആ സ്നേഹം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വ്യത്യാസങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്. മറ്റ് പല ഘടകങ്ങളെയോ മറ്റു പല സമ്മർദ്ദങ്ങളെയോ ഓർത്ത് ആ വ്യക്തി അത് കാണിക്കാത്തതാണ്. ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിങ്ങൾക്കിപ്പോഴും നിങ്ങളോടുള്ള പ്രണയം കാണാൻ കഴിയും. അത് നിങ്ങളെ പ്രണയിക്കാതിരിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം ആ വ്യക്തിക്ക് പകരം ആളില്ല. പകരം ആളെ ആ വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങളുടെ ആ ശൂന്യത അവിടെ ശൂന്യതയായിട്ട് തന്നെ കിടക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ അത്ര പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ അത്ര വേണ്ടപ്പെട്ടതാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുകയും ചെയ്യും. ഒരിക്കലും നിങ്ങൾക്ക് വേറിട്ട് പോവേണ്ടി വരില്ല. കൃത്യമായി നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തോടെ വലിയ ഒരു ജീവിതം അവിടെ സമ്മാനിക്കപ്പെടും. ഒന്നും നിങ്ങൾ ഭയപ്പെടാനില്ല. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും ആ ബന്ധം ഉണരും. ആ ബന്ധം പവിത്രമാകും. ആ ബന്ധം ശക്തമാകും. ആ ബന്ധത്തിൻ്റെ ആ ഒരു അലയൊലി, ആ ഒരു സാധ്യത അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വിജയം കൈവരിക്കാൻ സാധിക്കും. ഒരു പ്രശ്നവും പ്രതിസന്ധിയും നിങ്ങളെ കുഴപ്പത്തിലാക്കില്ല. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം അനുസരിച്ച് ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. സന്തോഷത്തോടെ ആ വ്യക്തി കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ വ്യക്തിയുടെ സ്നേഹത്തിന് ഒട്ടും ഒരു കുറവുണ്ടായിട്ടില്ലെന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹം ഇല്ലാതെ ആകുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വീണ്ടും കൂട്ടിച്ചേർപ്പെടും. ആ വ്യക്തി നിങ്ങൾക്കൊപ്പം എത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.